സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവരും ഒരിക്കലും കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാഴ്മരുഭൂവിൽ അലയും മർത്യന് നേർവഴി തെളിക്കും യേശുദേവാ. അതെ, പാഴ്മരുഭൂമിയിൽ അലയുന്ന മർത്യന് നേർവഴി തെളിക്കുന്ന യേശുദേവൻ. സ്പിരിച്വൽ കുളത്തിലൊക്കെ വരികയാണെങ്കിൽ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ തന്നെയും ഈ ദൈവത്തിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. കുഞ്ഞുനാളിൽ സൺഡേ സ്കൂളിലൊക്കെ പോയി പഠിച്ച അറിവുകൾ, അല്ലെ വീട്ടിലുള്ളവർ പേരൻസ് അല്ലെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് പറഞ്ഞിരുന്ന അറിവുകൾ, ആ അറിവൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ്റിൽ പറത്തി. ദൈവം ഒന്നില്ലെന്നുള്ളൊരു വിശ്വാസമായിരുന്നു എനിക്ക്. എല്ലാം സയൻറ്റിഫിക്കായിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ വന്ന് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വലിയ പള്ളിപ്പോക്കൊന്നുമില്ല. സമയത്ത് പോകുന്ന പരിമലപ്പള്ളി, മണർകാട്ട് പള്ളി, പിന്നെ മൈലാപ്പൂരും മലയാറ്റൂരും മൈലാപ്പൂരും ഒന്ന് തന്നെയാണെന്നാണ് തോന്നുന്നത്. അവിടെ പോകുന്നത് മലയാറ്റൂർ പോകുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, എന്നെ വിവാഹം കഴിച്ചത് കുളനടയ്ക്കടുത്ത് ഉള്ളന്നൂർ പടിഞ്ഞാറ്റടുത്ത് കുടുംബം. ഈ കുടുംബം എന്ന് പറയുന്നത് വലിയൊരു ചരിത്രമുണ്ട്. ചരിത്രത്തിൻ്റെ ശകലം ഇച്ചിരി പറയുന്നതൊക്കെ അത് ഈ കുടുംബദേവത്തിനൊക്കെ ചെല്ലുമ്പോൾ ഇത് കൂടുതലും സ്റ്റോറിയൊക്കെ ഇങ്ങനെ വിളമ്പുന്നത്. ഉള്ളന്നൂർ നാട്ടിൽ അനേക വർഷം മുമ്പ് ഒരു ക്രിസ്ത്യൻസിന് ഒരു വീട് പോലും ഇല്ലാത്ത സമയത്ത് മലയാറ്റൂരിൽ നിന്ന് 2 സഹോദരന്മാർ വന്നു, ജ്യേഷ്ഠനും അനിയനും. അതിലൊരാൾ പന്തളം രാജാനെ തൊട്ട് നമസ്കരിച്ചിട്ട് ഉള്ളന്നൂർ വന്നിട്ട് ദേവിയെ വണങ്ങിയിട്ട് ഉള്ളന്നൂർ പടിഞ്ഞാറ്റടുത്തെന്ന് പറഞ്ഞ് കുടുംബം സ്ഥാപിച്ചു. അതിലൊരാൾ തിരിച്ച് സന്യാസിയായിട്ട് മൈലാപ്പൂര് പോയി. അപ്പോൾ എന്നെ വിവാഹം കഴിച്ച് ചെന്ന സമയത്തൊക്കെ എൻ്റെ അമ്മായിപ്പനൊക്കെ ആണെങ്കിലും പെന്തക്കോസ്ത് വിശ്വാസവും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഈ മൈലാപ്പൂരപ്പനെ വിളിക്കുന്നൊരു സ്വഭാവമുണ്ട്. പിന്നെ അതുകൊണ്ട് തീർന്നില്ല, വലിയ കുടുംബം. അന്നേരം ഈ 9 അപ്പന്മാരെ വിളിക്കും. ഒരു വർഷത്തിൽ ഒരിക്കൽ വിളിച്ചിട്ട് വെള്ളം കുടിയോ പൂജയോ ചടങ്ങോ കോഴിയോ വെട്ടുവോ ചാരായോ എനിക്കൊന്നും നടത്തില്ല, അതൊക്കെ ഇങ്ങനെ നടത്തിയിരുന്നു. അവിടുന്നൊക്കെയും വിളിച്ച് പിന്നെ അങ്ങനെ ഞങ്ങൾ മലയാറ്റൂർ പോകുന്നു. അവിടെ നിന്ന് ഞങ്ങൾ കടമ്പനാട് വരുന്ന കുടുംബപ്പള്ളി അവിടെ ഉണ്ട് കുടുംബക്കാരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ശവമെടുത്തിൽ പോയി നിന്നുകൊണ്ട് അവരുടെ ക്ഷേമമൊക്കെ അന്വേഷിച്ചിട്ട് ഇതുപോലെ കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നോക്കാൻ മനസ്സിലായി ഇതൊക്കെ വെറുതെയാണ്. ഒരാൾ മരിച്ചു. നമ്മൾ പള്ളിയിൽ പോകുന്ന സമയത്തെ കാര്യം ഞാൻ പറയില്ല, കുറ്റം പറയുകയല്ല. അവർ പഠിച്ചത്, അച്ഛന്മാർ പഠിച്ചത് അവർ വിളമ്പിത്തരുന്നു. അവർ പറയുന്നതിൻ്റെ സംസ്കാര ചടങ്ങിൽ അവർ പ്രസംഗിക്കുന്നു. ഇപ്പോൾ ഈ ദിവസം മരിച്ച സഹോദരന് മരിച്ച് കത്രിസന്നിധി ചേർക്കപ്പെട്ട. അപ്പോൾ കത്രിസന്നിധി ചേർക്കപ്പെട്ട എന്ന് പറയുമ്പോൾ അച്ഛൻ പറയും ആമേറൈറ്റ്, കത്രിസന്നിധി ചേർക്കപ്പെട്ടു. അപ്പം ഞാനും എല്ലാം പറയും. അപ്പോൾ അച്ഛൻ പറയുന്നത്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, നമുക്ക് നമ്മുടെ ഭാഷയിൽ പറയാം. അച്ഛൻ പറയും. അപ്പോൾ ആൾക്കാർ പറയും യു ആർ അബ്സല്യൂട്ട്ലി കറക്റ്റ്, താങ്കൾ പറയുന്നത് 100% ശരിയാണ്. എന്താണ് ഈ മരിച്ച വ്യക്തി എവിടെയാണ്? സ്വർഗത്തിൽ പോയി. അവിടെ എന്തുകൊണ്ട്? ശാന്തിയുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. പിന്നെ വല്ല ഭൂമിയിലെ കാര്യം അറിയണം. ഈ മരിച്ചു പോയവരെ പിന്നെയും അവിടെ സ്വർഗത്തിൽ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. ഓരോ വർഷം വിളിച്ച് താഴെ ഇറക്കിട്ട് പിന്നെന്താ ഓർമ്മയെന്ന് പറയാൻ പിന്നെയും മരിച്ചാളിന് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിത്യശാന്തി. അപ്പോൾ സ്വർഗത്തിൽ നിത്യശാന്തി ഇല്ലയോ? എൻ്റെ മനുഷ്യരെ, നിങ്ങൾക്കൊക്കെ ഇനി എന്നാ ബുദ്ധി ചോദിക്കുന്ന അച്ഛന്മാരെ, തിരുമേനിമാരെ. എന്നെയാണ് ആരും വിരോധിച്ചില്ല, എനിക്ക് കുഴപ്പമില്ല. എൻ്റെ ബ്രദേഴ്സൊക്കെ അച്ഛന്മാരും പാസ്റ്റർമാരും തിരുമേനിമാരും എല്ലാം ഉണ്ട്. നമ്മൾ ഇവരുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. എനിക്ക് പൊതുവെ ആരും പേടിയില്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണ്. നമ്മൾ ചിന്തിക്കണം എൻ്റെ പ്രിയ ശ്രോതാക്കളെ, മരിച്ച് സ്വർഗത്തിൽ പോയ ആളിന് അവിടെ ശാന്തിയുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. നമ്മളത് അക്സെപ്റ്റ് ചെയ്തു. അച്ഛൻ പറഞ്ഞു, എന്തു പറഞ്ഞു? മരിച്ച് കർത്തൃസന്നിധി ചേർക്കപ്പെട്ട. അപ്പോൾ കർത്തൃസന്നിധി ചേർക്കപ്പെട്ട ആളിനെ വർഷം വിളിച്ചിറക്കേണ്ട കാര്യമില്ല. അതോടൊപ്പം ഞാൻ പറയാം, നമ്മളാരും പാപികളല്ല. പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾ പാപികളല്ല. നമ്മൾ പാപികളാണ്. നമ്മൾ ന്യായപ്രമാണത്തിന് കാലത്ത് നമ്മൾ പാപികളായിരുന്നു. ന്യായപ്രമാണത്തിൽ പ്രവർത്തി കൊണ്ട് പാപത്തിൻ്റെ പ്രവർത്തി നമ്മൾ വന്നിരുന്നത്. അതുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റു. എന്താണ്? അതിൽ നിന്ന് നമ്മളെ വിടിവിച്ചു. നമ്മളെ ബന്ധനത്തിൽ നിന്ന് നമ്മളെ വിടിവിച്ചു. നമ്മളിപ്പോൾ സ്വതന്ത്രമാണ്. കൃപായുഗമാണ്. ആത്മാവിൽ നമ്മൾ സ്വതന്ത്രമാണ്. അഭാവിതവ നടത്തിയെന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കർത്താവ് തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പാപികളെ ഒന്നും സ്വർഗത്തിൽ വേണ്ട. പാവിയെന്ന് പറഞ്ഞിരുന്നാൽ സ്വർഗത്തിൽ
പോകത്തില്ല. ഞാൻ 7 പ്രാവശ്യം മലയാറ്റിപ്പള്ളി കയറിയതാ, ഞാൻ മല കയറിയതാ, അല്ലെങ്കിൽ ഞാൻ പരിമല നടന്നു പോയെന്ന് പറഞ്ഞ് യാതൊരു രക്ഷയില്ല. കർത്താവ് വലിയ വിശുദ്ധനായ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് എന്ത് ചെയ്തു? വിശ്വാസ സ്നാനമേറ്റു. അപ്പോൾ പിതാവായ ദൈവം എന്താണ്? തൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ യേശുവിനെ നിറച്ചു. അല്ല, ഞാനൊരു എക്സാമ്പിളൊക്കെ പറയുന്നത് എനിക്കെൻ്റെ വിഷമം കൊണ്ടൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആരും എന്നോട് വിരോധിക്കണ്ട. എന്നാൽ സ്നാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ചില പള്ളിയിൽ പോകുന്നവർക്കൊക്കെ ചില കുത്ത് കൊണ്ടവരുണ്ട്, കുത്തൽ. അങ്ങനെയൊന്നും കുത്തണം. നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ട കാലങ്ങൾ അതിക്രമിച്ചു പോയി. ഞാൻ ഉള്ള കാര്യം പറയാം. അങ്ങനെ ഈ പാട്ട് ഇങ്ങനെ ഞാൻ എടുത്തപ്പോഴാണ് എനിക്ക് ഈ ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടെ വന്നത്. പാഴ്മരുഭൂമിയില്ല, അല്ലെങ്കിൽ നമ്മളെ അവിടെ ആ പള്ളിയിൽ പോന്നു, ഇവിടെ പള്ളിയിൽ പോന്നു. പണ്ടൊരു കൊമേഡിയനെ കുരിശുമൂട്ടി പോയി പ്രാർത്ഥിച്ചെന്ന്, നന്മ നിറഞ്ഞവളേ നിനക്ക് സ്വസ്തി, നിന്നോട് ഗുസ്തി പിടിക്കാൻ ഞാനില്ല എന്ന് പറയാൻ നമ്മൾ ഒരുപാട് ഗുസ്തി കടന്ന് പിടിച്ചതാണ്. അതെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പിന്നെ ഇതായിരുന്നു, കുടുംബത്തിൻ്റെ കുരിശുമൂടായിരുന്നു എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ. ഇതെല്ലാം വിട്ടച്ച് നമ്മൾ കർത്താവ് നിന്നൊക്കെ വിളിച്ച് സത്യാരാധനയ്ക്ക് വിളിച്ച് വേർതിരിച്ച് അപ്പോൾ ഞങ്ങൾ കുടുംബമായി കർത്താവിനെ ആത്മാവിൽ സത്യത്തിൽ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. എവിടെ പോയ രക്ഷ കിട്ടും? അല്ലെ, ഞാൻ കേൾക്കുന്ന എന്നെ അടുത്തിറങ്ങി ചോദിക്കുമോ, നീ ഇപ്പോൾ വലിയ കോടീശ്വരിയൊന്നും അല്ലല്ലോ, നീ രക്ഷപ്പെടുകയൊന്നും അല്ലല്ലോ. അല്ല, അന്നത് കൊണ്ട് നന്നത് കഴിഞ്ഞ് എനിക്ക് പറഞ്ഞത് യാതൊരു നാണംകേടും ഇല്ല. പക്ഷെങ്കിൽ ആ ആത്മസന്തോഷം കർത്താവ് ഇത്രയും ഉയർത്തി മാനിച്ചെങ്കിൽ കർത്താവിൻ്റെ കൃപയാണ്. അതോർത്ത് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും കർത്താവിനെ ആത്മാസത്തിൽ വരച്ച് മടുത്തപ്പെടുത്തുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് രണ്ടാമത്തെ സോങ് കേൾക്കാം. മഴ പെയ്യുന്നുണ്ട്, മഴ പെയ്യട്ട്, തണുക്കട്ടെ. പാഴ്മരുഭൂവിൽ അലയും മർത്യന നേർവഴി തെളിക്കും യേശുദേവ, സ്നേഹത്താൽ ചേർത്തണിക്കും സ്നേഹതാവ, താവക സന്നിധേ ഞാൻ വരുന്നു. എത്രമാത്രം
അലയും മർത്യന് നേർവഴി തെളിക്കും യേശുദേവാ. സ്നേഹത്താൽ ചേർത്തണയ്ക്കും സ്നേഹതാവാ. താപക സന്നി